ഹലോ, വായനയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ നിങ്ങൾക്കുണ്ടോ? ഈ വാലന്റൈൻസ് ഡേക്ക് പുസ്തകങ്ങളെ പ്രണയിക്കുന്നവർക്ക് നൽകാൻ പറ്റിയ നല്ലൊരു സമ്മാനമായിരിക്കും ഈ ക്യൂപ്പിഡ് ആരോ ക്രോഷ്യ ബുക്ക് മാർക്ക്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ കണ്ടു നോക്കിയാലോ? വെൽക്കം ടു മൈ ചാനൽ യാണോറ സ്റ്റുഡിയോ. നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ബുക്ക് മാർക്ക് 4 ആണ്. റെഡും ക്രീമും യൂസ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. ഇനി റെഡും യെല്ലോ കോമ്പിനേഷനിൽ നമുക്ക് ചെയ്ത് നോക്കാം. ബാക്കി സിസേഴ്സും ഒരു നീഡിലും ഹുക്കുമാണ് വേണ്ടത്. ഹുക്ക് ഞാനിവിടെ ഒരു 2mm ഹുക്കാണ് എടുത്തിട്ടുള്ളത്. ബുക്ക് മാർക്കിൽ നമ്മൾ ഹാർട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ റെഡ് ഞാൻ യൂസ് ചെയ്ത് ഹാർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു 2 ചെയിൻ ചെയ്തിട്ടാണ് ഈ പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചെറിയ വിരലിൽ ഇതുപോലെ ഈ ഇതുപോലെ ചുറ്റിയെടുക്കുക. നമ്മുടെ കൈ കമഴ്ത്തി പിടിച്ചിട്ട് ഈ ചൂണ്ട വിരലിൽ 2 തവണ ഈ ത്രെഡ് ഇതുപോലെ ചുറ്റി ഈ 2 വിരലിൽ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഹുക്ക് യൂസ് ചെയ്ത് ഈ യാണിന് നമ്മളുടെ ഫേസിന് ഓപ്പോസിറ്റ് ആയിരിക്കണം ഹുക്ക് പിടിക്കേണ്ടത്. യാണിന് ഇതുപോലെ ഹുക്ക് ചെയ്ത് ഇതുപോലെ ഈ ഒരു ത്രെഡിൻ്റെ ഭാഗം നമ്മളിവിടെ ഹോൾഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്തു. യാൺ ഓവർ ചെയ്തിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്തു. ഇനി 2 ചെയിൻ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ യാണും ഹുക്കും പാരലായിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ യാൺ ഓവർ ചെയ്യുക. ഈ ഹുക്ക് പതുക്കെ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിക്കുക. എന്നിട്ട് ഈ ത്രെഡിനെ ഹുക്ക് ചെയ്ത് ഈ ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. ആദ്യത്തെ ചെയിൻ ചെയ്തു. സെയിം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. 2 ചെയിൻ ചെയ്തു. ഇനി രണ്ടാമത്തെ ചെയിനിലോട്ട് ഈ ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്യും. ഈ ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിലോട്ട് നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്യും. ഈ ഹുക്ക് ഈ സ്റ്റിച്ചിലൂടെ ബാക്ക് ലൂപ്പിലൂടെ എടുക്കുക. ഇതുപോലെ ഈ ത്രെഡിനെ ഓവർ ചെയ്ത് ഹുക്ക് ചെയ്ത് വലിച്ചെടുക്കുക. ഇപ്പോൾ ഈ ഹുക്കിൽ 2 ലൂപ്പുണ്ട്. യാൺ ഓവർ ചെയ്യുക. ഈ 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി 2 ചെയിൻ ചെയ്യണം. യാൺ ഓവർ ചെയ്ത് ഇതുപോലെ ഈ ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. 1 2 2 ചെയിൻ ചെയ്തു. ഇപ്പോൾ ഇവിടെ 3 സ്റ്റിച്ചാണ് ഉള്ളത്. 1 2 3 3 സ്റ്റിച്ചുകൾ 1 2 3. ഇനി നമ്മൾ ഈ വർക്കൊന്ന് ടേൺ ചെയ്യും. ഇതുപോലെ ഇപ്പോൾ നമ്മളിങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിങ്ങനെ ടേൺ ചെയ്യും. അതിനുശേഷം ഒരു സിംഗിൾ ക്രോഷയും പിന്നെ ഒരു ഇൻക്രീസുമാണ് ചെയ്യുന്നത്. കാണിച്ചു തരാം. ഇതുപോലെ സെക്കൻഡ് സ്റ്റിച്ചിലോട്ട് നമ്മൾ ഒരു സിംഗിൾ ക്രോഷ ചെയ്യണം. ഒരു സിംഗിൾ ക്രോഷ ചെയ്തു. ഇനി ഒരു ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത്. ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റിച്ചിൽ തന്നെ നമ്മൾ 2 സ്റ്റിച്ച് ചെയ്യും. അതായത് ഇവിടെ നമ്മളിനി 2 സിംഗിൾ ക്രോഷേ ഒരേ സ്റ്റിച്ചിൽ തന്നെ ചെയ്യും. യാൺ ഓവർ ചെയ്യുക. ഇതുപോലെ ഒരു സിംഗിൾ ക്രോഷ ചെയ്തു. ഇനി ഒരു സിംഗിൾ ക്രോഷയും കൂടി ചെയ്തു. ഇനി 2 ചെയിനാണ് ചെയ്യേണ്ടത്. അപ്പോൾ യാൺ ഓവർ ചെയ്തിട്ട് ഇതുപോലെ ഈ ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. 1 2 2 ചെയിൻ ചെയ്തു. ഇപ്പോൾ ഈ വർക്ക് നമുക്ക് ടേൺ ചെയ്യാം. ഇനി നമ്മളൊരു 3 സിംഗിൾ ക്രോഷയും ഒരു ഇൻക്രീസുമാണ് ചെയ്യേണ്ടത്.
ഈ ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട്, ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റിച്ചിലാണ് നമ്മൾ തുടങ്ങുന്നത്. 2 ചെയിൻ ചെയ്തതിൽ രണ്ടാമത്തത്. ഇതുപോലെ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്യുക. 1 2 3. ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ആ സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ ചെയ്യും. ഇപ്പോൾ ഇവിടെ 5 സ്റ്റിച്ച് ഉണ്ട്. 1 2 3 4 5. ഇനി 2 ചെയിൻ ചെയ്തിട്ട് ടേൺ ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നേരത്തെ പോലെ തന്നെ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ 2 ചെയിൻ ചെയ്യണം. ഇതുപോലെ യാൺ ഓവർ ചെയ്ത് എടുക്കുക. അപ്പോൾ 2 ചെയിൻ ചെയ്തു. ഇനി ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിൽ നിന്നാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഹുക്ക് ചെയ്തെടുക്കുക. യാൺ ഓവർ ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. സെക്കൻഡ് സിംഗിൾ ക്രോഷേ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യും. ഒരു സ്റ്റിച്ചിൽ തന്നെ നമ്മൾ 2 സിംഗിൾ ക്രോഷേ ചെയ്യും. ഇപ്പോൾ ഇവിടെ ഒരു 7 സ്റ്റിച്ച് ഉണ്ട്. 1 2 3 4 5 6 7 7 സ്റ്റിച്ചസ് ഉണ്ട്. ഇനി 2 ചെയിൻ ചെയ്യണം. 1 2 2 ചെയിൻ ചെയ്തു. നമ്മൾ ഈ വർക്ക് ടേൺ ചെയ്തു. എന്നിട്ട് 7 സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് ഒരെണ്ണത്തിൽ ഇൻക്രീസ്. അപ്പം നമ്മളിപ്പോൾ ഈ 2 ചെയിൻ ചെയ്തതിൽ സെക്കൻഡ് സ്റ്റിച്ചിലോട്ട് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യാൻ പോവാണ്. സിംഗിൾ ക്രോഷേ ചെയ്തു. അടുത്ത സ്റ്റിച്ചിൽ അപ്പം രണ്ടാമത്തെ സിംഗിൾ ക്രോഷേ, മൂന്നാമത്തെ സിംഗിൾ ക്രോഷേ, 4 5 6 7. അവസാനത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യും. ഇവിടെ ഇപ്പോൾ 9 സ്റ്റിച്ച് ഉണ്ട്. 1 2 3 4 5 6 7 8 9. ഇനി 2 ചെയിൻ ചെയ്യും. 1 2. ഈ വർക്ക് ടേൺ ചെയ്യണം. എന്നിട്ട് സെയിം തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്ന് നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യും. 1 2 3 4 5 6 7 8 9. ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. 2 സ്റ്റിച്ച് വെച്ചിടും. 1 2. ഇപ്പോൾ ഇവിടെ എത്ര സ്റ്റിച്ച് ഉണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 സ്റ്റിച്ചസ് ഉണ്ട്. ഇനിയും നമ്മൾ സെയിം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 2 ചെയിൻ ചെയ്യും. ഈ വർക്ക് ടേൺ ചെയ്യുന്നു. ഇനി നമ്മൾ അടുത്ത റോയിൽ ഇത് പകുതി വരെ നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു 6 സിംഗിൾ ക്രോഷയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഹാർട്ടിന് ഈ ഓപ്പണിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്ന് നേരത്തെ വർക്ക് ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ സ്റ്റിച്ചിലോട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. 1 2
3 4 5 6. ഈ റൗണ്ടിൽ നമ്മൾ പകുതി വരെ ചെയ്യുള്ളൂ. ഇനി ഒരു ചെയിൻ ചെയ്തിട്ട് നമ്മൾ ഈ വർക്ക് ടേൺ ചെയ്യും. ഇനി ഇവിടെ നിന്ന് 5 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്തു, 2 3 4 5. ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യും. ഒരേ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി 2 ചെയിൻ ചെയ്യണം, 1 2. എന്നിട്ട് ഈ വർക്ക് ടേൺ ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്ന് നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. 1 2 3 4 5 6 7 8. അപ്പോൾ 8 സ്റ്റിച്ചാണുള്ളത്. ഇനി ഒരു ചെയിൻ ചെയ്തിട്ട് നമ്മൾ ഈ വർക്ക് ടേൺ ചെയ്യണം. ഇനി 7 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ലാസ്റ്റ് ഒരു സ്റ്റിച്ച് മാത്രം നമ്മൾ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ 1 2 3 4 5 6 7 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ലാസ്റ്റ് ഒരു സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യും. ഒരേ സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യും. ഇവിടെ ഇപ്പം 1 2 3 4 5 6 7 8 9 സിംഗിൾ ക്രോഷ്യ ആണ് ഉള്ളത്, സ്റ്റിച്ചസ് ആണ് ഉള്ളത്. ഇനി ഒരു ചെയിൻ ചെയ്തിട്ട് ഈ വർക്ക് ടേൺ ചെയ്യാം. ഈ റൗണ്ട് നമ്മൾ ഈ സ്റ്റിച്ചസിലെല്ലാം ഒന്നും കൂടി സിംഗിൾ ക്രോഷ്യ ചെയ്യും. അതായത് 9 സ്റ്റിച്ച് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ 1 2 3 4 5 6 7 8 9 സ്റ്റിച്ചസ് ആണുള്ളത്. 1 2 3 4 5 6 7 8 9. ഇനി യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ ഈ ത്രെഡ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ സൈഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞ് അടുത്ത സ്റ്റിച്ചിലോട്ട് നമ്മൾ ഈ ത്രെഡ് ഇങ്ങനെ അറ്റാച്ച് ചെയ്യണം. നിങ്ങൾ അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ ഈ ബാക്കിയുള്ള ഈ ടെയിൽ നമ്മൾ ഇവിടെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. അപ്പം ഇനി ഹൈഡ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഈ സ്റ്റിച്ചിൽ നമ്മൾ അറ്റാച്ച് ചെയ്തു. അടുത്ത സ്റ്റിച്ചോട്ടാണ് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അതിന് മുമ്പ് ഒരു ചെയിൻ ചെയ്യണം. എന്നിട്ട് സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഒരു 4 സിംഗിൾ ക്രോഷ്യ ചെയ്യും. 1 2 3 4 4 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യും. ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ട് ചെയിനാണ്. അതിനുശേഷം 1 2 3 4 5 6
ഇനി 2 ചെയിനാണ് ചെയ്യേണ്ടത്. ഇതുപോലെ 2 ചെയിൻ ചെയ്യുക. ഈ വർക്ക് ടേൺ ചെയ്യണം. ഈ യാൺ ടെയിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മൾ ഇനിയും ഇതിൻ്റെ ചുറ്റും വർക്ക് ചെയ്ത് വരുമ്പം ഇത് നമുക്ക് ഒന്നും കൂടി ഹൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കട്ട് ചെയ്യണം എന്നില്ല ഇപ്പം. ഇനി ഈ ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിലോട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. 2 ചെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ടാമത്തെ ചെയിനിലോട്ടാണ് നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ചെയിനിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്താൽ ഈ നീഡിൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഈ സ്റ്റിച്ചിലൂടെ ഇൻസേർട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ അവിടെ ഒരു ചെറിയ സ്പേസ് ഫോം ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഹുക്ക് ഇതിനകത്തൂടെ എടുക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ ആദ്യത്തെ സിംഗിൾ ക്രോഷേ ചെയ്തു. 2 3 4 5 6 7 സിംഗിൾ ക്രോഷ് ചെയ്തു. ഇനി ഒരു ചെയിൻ ചെയ്യണം. എന്നിട്ട് ഈ വർക്ക് നമ്മൾ ടേൺ ചെയ്യണം. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ നമ്മളൊരു 6 സിംഗിൾ ക്രോഷ് ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റിച്ചിൽ മാത്രം നമ്മൾ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 1 2 3 4 5 6 സിംഗിൾ ക്രോഷ് ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യണം. അതായത് ഒരു സ്റ്റിച്ചിൽ തന്നെ നമ്മൾ 2 സിംഗിൾ ക്രോഷ് ചെയ്തു. ഇപ്പോൾ ഇവിടെ 8 സ്റ്റിച്ച് ഉണ്ടാവും. 1 2 3 4 5 6 7 8 സ്റ്റിച്ചസ് ഉണ്ട്. ഇനി 2 ചെയിൻ ചെയ്യണം. 1 2 ചെയിൻ ചെയ്തിട്ട് ഈ വർക്ക് നമ്മൾ ടേൺ ചെയ്യും. ഇനി ഒരു 9 സിംഗിൾ ക്രോഷയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 ചെയിൻ ചെയ്തതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്ന് നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്ത് തുടങ്ങണം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ സ്റ്റിച്ചിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ നീഡിൽ ഉപയോഗിച്ച് ഒരിക്കൽ ഒന്ന് ആ സ്റ്റിച്ചൊന്ന് പെർഫെക്റ്റ് ആക്കാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ നീഡിൽ ഉപയോഗിച്ച് സ്റ്റിച്ച് ഒന്ന് വൈഡാക്കി എടുക്കുക. എന്നിട്ട് സ്റ്റിച്ചിലൂടെ ഇതുപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സിംഗിൾ ക്രോഷേ ചെയ്തു. രണ്ടാമത്തെ സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്തത്. 2 3 4 5 6 7 8 9 സ്റ്റിച്ച് നമ്മൾ ചെയ്തു. 9 സിംഗിൾ ക്രോഷ് ചെയ്തു. ഇനി ഒരു ചെയിൻ ചെയ്തിട്ട് ടേൺ ചെയ്യുക. അടുത്ത റൗണ്ടിൽ നമ്മൾ ഈ 9 സ്റ്റിച്ചസ് തന്നെ ഒന്നും കൂടി ചെയ്യും. 1 2 3 4 5 6 7 8 9 സിംഗിൾ ക്രോഷ് ചെയ്തു. ഒരു ചെയിൻ ചെയ്തു. ടേൺ ചെയ്യാം. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ ഇത് ചേർത്തായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യും. ഇപ്പോൾ ഇതൊരേ ഹൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ 9 സിംഗിൾ ക്രോഷേ ഈ എൻഡ് വരെ ചെയ്യണം.
ഇവിടെ 9 സ്റ്റിച്ചസ് ആണുള്ളത്. ഒരു ചെയിനും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. 1 2 3 4 5 6 7 8 9. അപ്പോൾ 9 സിംഗിൾ ക്രോഷ് നമ്മൾ ചെയ്തു. ഇനി ഒരു ചെയിൻ ചെയ്തിട്ട് ഇവിടെ നിന്ന് അറ്റാച്ച് ചെയ്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത യാൺ ടെയിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്യുമ്പോൾ ഈ യാൺ ടെയിലും കൂടി ഹൈഡ് ചെയ്ത് വേണം പോകാനായിട്ട്. അപ്പോൾ ഇനി ഒരു ചെയിൻ ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റിച്ച് തൊട്ടിട്ട് സിംഗിൾ ക്രോഷേ തന്നെ കണ്ടിന്യൂ ചെയ്യണം. 1 2 3 4 5 6 7 8 9. അപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 പാർട്ടും കൂടി ജോയിൻ ചെയ്ത് വരുമ്പം ഇവിടെ 19 സ്റ്റിച്ച് ഉണ്ടാവും. നമ്മൾ ഒരു ചെയിൻ ചെയ്യണം, എന്നിട്ട് ഈ വർക്ക് നമ്മൾ ടേൺ ചെയ്യണം. ഇനി ഇതേപോലെ തന്നെ ഇതിപ്പോൾ 12th റൗണ്ടാണ്. 13ഉം 14ഉം നമ്മൾ ഈ 19 സിംഗിൾ ക്രോഷയും ഒരു ചെയിനോടുകൂടി അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ 1 2 3 2 റൗണ്ട് സെയിം തന്നെ ആയതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇപ്പോൾ ഹാർട്ട് നമ്മൾ 12th റൗണ്ടിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം 13ഉം 14ഉം സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതായിരുന്നു. ഇനി ഈ 15th റൗണ്ടിൽ നമ്മൾ ഡിക്രീസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിക്രീസ് ചെയ്യാന്ന് പറയുന്നത് ഈ 2 സ്റ്റിച്ച് നമ്മൾ ഒരു സ്റ്റിച്ചായിട്ട് മാറ്റുകയാണ്. അപ്പം ഈ ഒരു സിംഗിൾ ക്രോഷയിലൂടെ ഹുക്ക് ഇതുപോലെ ഹുക്ക് ചെയ്തെടുക്കുക. അടുത്ത സിംഗിൾ ക്രോഷയിലൂടെ ഹുക്ക് ചെയ്തതുപോലെ എടുക്കുക. ഇപ്പോൾ 3 ലൂപ്പുണ്ട്. യാൺ ഓവർ ചെയ്തിട്ട് ഈ 3 ലൂപ്പിലൂടെ ത്രെഡിനെ ഇതുപോലെ വലിച്ചെടുക്കുക. ഇപ്പോൾ ഇത് ഈ 2 സ്റ്റിച്ച് ഒരൊറ്റ സ്റ്റിച്ചായിട്ട് മാറി. ഇനി നമുക്കിവിടെ ഒരു 7 സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 1 2 3 4 5 6 7. അപ്പോൾ 7 സിംഗിൾ ക്രോഷ് ചെയ്തിട്ടുണ്ട്. ഒരു ഡിക്രീസ് സ്റ്റിച്ചും കൂടി കൂട്ടിയിട്ട് 8 സ്റ്റിച്ചാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഈ സ്റ്റിച്ചസൊക്കെ നമ്മളിപ്പോൾ വർക്ക് ചെയ്യില്ല. ഇനി നമ്മളൊരു ചെയിൻ ചെയ്തിട്ട് ഈ വർക്ക് ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് 16th റൗണ്ടാണ്. 16th റൗണ്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡിക്രീസ് ചെയ്തിട്ടാണ്. അതായത് 2 സ്റ്റിച്ച് നമ്മൾ ഒരു ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റും. അതിന് ഈ ഒരു സിംഗിൾ ക്രോഷയിലൂടെ ഈ ത്രെഡിനെ നമ്മൾ പുൾ ചെയ്തെടുക്കണം. അടുത്ത സ്റ്റിച്ചിലൂടെ നമ്മളിതുപോലെ പുൾ ചെയ്തെടുക്കും. ഇപ്പോൾ ഒരു 3 ലൂപ്പ് നമുക്ക് ഹുക്കിലുണ്ട്. ഈ 3 ലൂപ്പിലൂടെ യാൺ ഓവർ ചെയ്തിട്ട് ഇത് ത്രെഡ് ഹുക്ക് ചെയ്തെടുക്കണം. ഇനി ഒരു 4 സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 1 2 3 4. ഇനി ലാസ്റ്റ് 2 സ്റ്റിച്ചും നമ്മൾ ഡിക്രീസ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 2 സ്റ്റിച്ച് ചെയ്യുന്ന ഈ യാൺ പുൾ ചെയ്ത് എടുക്കണം. എന്നിട്ട് ഈ 3 ലൂപ്പിലൂടെ യാൺ ഓവർ ചെയ്തെടുക്കുക.
ഇപ്പോൾ ഇവിടെ 1 2 3 4 5 6 സ്റ്റിച്ച് ഉണ്ട്. ഇനി ഒരു ചെയിൻ ചെയ്തിട്ട് ടേൺ ചെയ്യാം. ഇനി 17th റൗണ്ടാണ്. 17th റൗണ്ടിൽ നമ്മൾ ഡിക്രീസ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഹുക്ക് ചെയ്തെടുത്തു, രണ്ടാമത്തെ സ്റ്റിച്ചിലൂടെയും യാണിന് ഹുക്ക് ചെയ്തെടുത്തു. ഇനി ഈ 3 ലൂപ്പിലൂടെ ഇതുപോലെ യാൺ ഓവർ ചെയ്ത് വലിക്കാം. ഇനി 2 സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. 1 2. ഈ ലാസ്റ്റ് 2 സ്റ്റിച്ചും ഡിക്രീസ് ചെയ്ത് ഒറ്റ സ്റ്റിച്ചാക്കിയാണ് നമ്മൾ ഈ റൗണ്ടിൽ ചെയ്യുന്നത്. ഡിക്രീസ് ചെയ്തു. ഇനിയിപ്പോൾ 1 2 3 4 സിംഗിൾ ക്രോഷ ആയിട്ടാണ് നമുക്കിപ്പോൾ ലാസ്റ്റ് ഈ 17th റൗണ്ടിൽ സ്റ്റിച്ചസ് വരുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച്, ഈ ത്രെഡ് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ 14th റൗണ്ട് കഴിഞ്ഞിട്ട് ഹാർട്ടിൻ്റെ ഈ ഭാഗം ഇനി കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ സെൻറ്റർ പോർഷനിലോട്ട് തന്നെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി യാൺ ഇതുപോലെ ഹുക്ക് ചെയ്തെടുക്കുക, യാൺ ഓവർ ചെയ്ത് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ചെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ചെയിൻ ചെയ്തിട്ട് 7 സിംഗിൾ ക്രോഷയാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പം അടുത്ത സ്റ്റിച്ചിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 2 3 4 5 6 7. അപ്പോൾ 7 സിംഗിൾ ക്രോഷ ചെയ്തു. ഈ ലാസ്റ്റ് 2 സ്റ്റിച്ച് നമ്മൾ ഡിക്രീസ് ചെയ്ത് ഒരൊറ്റ സ്റ്റിച്ചാക്കി മാറ്റും. അപ്പോൾ ഇതുപോലെ ഹുക്ക് ചെയ്ത് യാണിനെ വലിച്ചെടുക്കുക. അടുത്ത സ്റ്റിച്ചിലൂടെ ഇതുപോലെ ഹുക്ക് ചെയ്തിട്ട് പുൾ ചെയ്തെടുക്കുക. 3 ലൂപ്പിലൂടെ വലിച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു 8 സ്റ്റിച്ച് ഉണ്ടാവും. 1 2 3 4 5 6 7 8. ഇത് ആദ്യം ചെയ്ത ചെയിനാണ്. പിന്നെ ബാക്കി 8 സ്റ്റിച്ചസ് ഉണ്ട്. ഇനി നമുക്ക് ഒരു ചെയിൻ ചെയ്തിട്ട് ഈ വർക്ക് ടേൺ ചെയ്യണം. എന്നിട്ട് അടുത്ത റൗണ്ടിൽ നമ്മളൊരു ഡിക്രീസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിക്രീസ് ചെയ്യാന്ന് പറയുമ്പം ഈ 2 സ്റ്റിച്ചും കൂടി നമ്മളിപ്പോൾ ഒറ്റ സ്റ്റിച്ചാക്കി എടുക്കും. ഇതുപോലെ 2 സ്റ്റിച്ചിലൂടെയും പുൾ ചെയ്തെടുക്കുക. ഈ 3 ലൂപ്പിലൂടെയും വലിച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മളൊരു ഡിക്രീസ് ചെയ്തു, അതിനുശേഷം 4 സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 2 3 4 സിംഗിൾ ക്രോഷ ചെയ്തു. ഇനി അടുത്ത 2 സ്റ്റിച്ചിൽ നമ്മൾ ഡിക്രീസ് ചെയ്യും. ഇതുപോലെ വലിച്ചെടുക്കുക, അടുത്ത സ്റ്റിച്ചിലൂടെ വലിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ ഓവർ ചെയ്ത് ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു 6 സ്റ്റിച്ചായിരിക്കും ഉണ്ടാകുന്നത്. 1 2 3 4 5 6 സ്റ്റിച്ചസ് ഉണ്ട്. ഇനി ഒരു ചെയിൻ ചെയ്തിട്ട് നമ്മൾ ഈ വർക്ക് ടേൺ ചെയ്യും. ഇവിടെ നമ്മളൊരു ഡിക്രീസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് 2 സ്റ്റിച്ച് നമ്മൾ ഒരു സ്റ്റിച്ചാക്കി മാറ്റുകയാണ്. ആദ്യത്തെ വർക്ക് നമ്മൾ ഡിക്രീസ് ചെയ്തു. ഇനി 2 സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. 1 2 2 സിംഗിൾ ക്രോഷ ചെയ്തു. ഇനി ഈ ലാസ്റ്റ് 2 സ്റ്റിച്ചും നമ്മൾ ഡിക്രീസ് ചെയ്ത് ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റും. ഇപ്പോൾ 4 സ്റ്റിച്ചായിരിക്കും ഈ റൗണ്ടിൽ വരുന്നത്. 1 2 3 4 4 സ്റ്റിച്ച് ഉണ്ട്. ഇനി നമുക്കിത് സെക്യൂർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഹാർട്ടിൻ്റെ ഷേപ്പൊക്കെ നമ്മൾ ഫോം ചെയ്തു. ഇനി നമ്മൾ ഈ ഹാർട്ടിന് ചുറ്റും സിംഗിൾ ക്രോഷേ ചെയ്ത് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ യാണെല്ലാം, ഈ എക്സ്ട്രാ ടെയിലെല്ലാം നമ്മളിതിൻ്റെ കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് തന്നെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സെൻറ്ററിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്യും. ഈ എല്ലാ ത്രെഡും നമ്മളിതുപോലെ ഇതിനകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് പോകണം. അപ്പോൾ ഈ യാണെല്ലാം സെക്യൂറായിട്ട് പിന്നെയും ബാക്കി ടെയിലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ബാക്കിയെല്ലാം അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ സെക്യൂർ ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ ഈ ഹാർട്ടിൻ്റെ ബോർഡറെല്ലാം സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മളൊരു ക്രാബ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ക്രാബ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെയിൻ ചെയ്തിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്രാബ് സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ക്രോഷേ തന്നെയാണ്. സാധാരണ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ചെയ്ത് വരുന്നത്. ഈ ക്രാബ് സ്റ്റിച്ചിൻ്റെ പ്രത്യേകത നമ്മളിത് റൈറ്റ് സൈഡിലോട്ട് ചേർത്തായിരിക്കും ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ സിംഗിൾ ക്രോഷയിലൂടെ ഇതുപോലെ ഹുക്ക് ചെയ്തിട്ട് ഈ യാൺ നമ്മൾ ഹുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ടേൺ ചെയ്തിട്ട് യാൺ ഓവർ ചെയ്ത് എടുക്കാം. ഈ സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മൾ ഒത്തിരി ടൈറ്റായിട്ട് നമ്മളുടെ ത്രെഡ് ടെൻഷൻ ഒത്തിരി ടൈറ്റ് ആവരുത്. അപ്പോൾ ഈ ഒരു ലൂപ്പിൽ നമ്മൾ മാക്സിമം ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കണം. കുറച്ച് ലൂസാക്കി പിടിക്കുക. എന്നിട്ട് ഈ സിംഗിൾ ക്രോഷയിലൂടെ ഹുക്ക് ചെയ്തിട്ട് ഈ വർക്കിംഗ് യാണിന് പുൾ ചെയ്ത് ഈ സ്റ്റിച്ചിലൂടെ എടുക്കുക. എന്നിട്ടിത് ചുറ്റി ഇതുപോലെ ഫേസിന് ഓപ്പോസിറ്റ് കൊണ്ടുവരിക, ഫേസിന് നേരെ കൊണ്ടുവരിക. എന്നിട്ട് യാൺ ഓവർ ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി കാണിക്കാം. ഇതുപോലെ ഈ ഹുക്കിലുള്ള ലൂപ്പിനെ നമ്മൾ ഒന്ന് ഹോൾഡ് ചെയ്യണം. കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ ഈ ത്രെഡ് ഇതുപോലെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഈ സിംഗിൾ ക്രോഷയിലൂടെ ഇതുപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ചെയ്ത് യാണിന് നമ്മളുടെ ഫേസിന് നേരെ കൊണ്ടുവരിക, യാൺ ഓവർ ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഈ സ്റ്റിച്ച് വരുന്നത്. ഇപ്പോൾ ഈ ബോർഡറെല്ലാം ഞാൻ ക്രാബ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ത്രെഡ് ഒന്ന് സെക്യൂർ ചെയ്യണം. അപ്പോൾ ടേൺ ചെയ്തിട്ട് ഈ ബാക്കിലത്തെ 2 സ്റ്റിച്ചിലോട്ട് നമുക്ക് ഇതൊന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ത്രെഡ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഹാർട്ട് റെഡി ആയിട്ടുണ്ട്. 4 പ്ലേ യാണിലാണെങ്കിൽ ഇത്തിരി കൂടി പെർഫെക്ഷനിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ വലിപ്പം കൂടുതലാണ്. ഞാൻ സ്റ്റിച്ചസ് നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിനാണ് 6 പ്ലേ യാണിൽ ചെയ്തെടുത്തത്. ഇനി നിങ്ങൾ ചെയ്യുമ്പം 4 പ്ലേ യാണിൽ തന്നെ മാക്സിമം ചെയ്യാൻ നോക്കുക. ഈ യാണും കൂടി നമുക്ക് ഇതിൻ്റെ ഇടയിൽ വെച്ചൊന്ന് ഹൈഡ് ചെയ്യണം. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ എല്ലാ സ്റ്റിച്ചസും ഫിനിഷായി. ഞാൻ ഇവിടെ ഹാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്ലിറ്റോടുകൂടി നമ്മൾ ഈ ഹാർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ ടെയിലെല്ലാം ഹൈഡ് ചെയ്തു. ഇനി നമുക്ക് ആരോ ആണ് ചെയ്യേണ്ടത്. അത് നമ്മൾ യെല്ലോ യാണിലാണ് ചെയ്യുന്നത്.